ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ രാത്രി വിളിക്കരുതെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലേ മെസ്സേജ് അയച്ചാൽ മതിയെന്ന്? പിന്നെന്തിനാ വിളിക്കുന്നത്? ആ, അതൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ. ഇനി അടുത്ത് എനിക്ക് ഉമ്മായോടെ സംസാരിക്കാനുള്ള. ഉമ്മക്കറിയാതെ ഉമ്മായെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാൽ ഇത്രയും നാളെ ഞാൻ പറയാതിരുന്ന. ഉമ്മ, ഇത് ഉമ്മയുടെ പേരിലുള്ള സ്വത്തല്ലേ, അതുമ്മ ഭാഗിക്കണം. ഇത് ആർക്ക് വേണം? നീ എന്താ വേണ പറയുന്ന? ഇതെന്നെ അന്നസിനുള്ളത്. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്. ഒരാളെ തലയിൽ മാത്രം ഇരുന്നാലൊന്നും ശരിയാകത്തില്ല. അല്ലേടാ, നിനക്കും പല ആവശ്യങ്ങളില്ലേ? നിനക്കും വീട്ടിന്റെ കുറെ കാര്യങ്ങളുണ്ട്, അവനിക്കും കുറെ കാര്യങ്ങളുണ്ട്. നിനക്കും ഇല്ല? എന്റെ കയ്യിൽ ഒന്നുമില്ലമ്മ. എനിക്ക് ജീവിക്കണം. കിക്ക സമ്മതിക്കണം. അതിലൊരു ഷെയർ കിട്ടിയാ എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാനുള്ളതാണ്. ഞാൻ ഒരു ജോലിയും കൂടെ കണ്ടെത്തും. നിങ്ങൾക്കൊക്കെ എല്ലാം മറന്നുപോയാ? നിങ്ങൾക്ക് എന്താ എല്ലാം മറന്നുപോയാ? ഉമ്മ പഴയതും കാര്യങ്ങളും എല്ലാം കള. ഉമ്മയുടെ മുതലാണോ? നമ്മൾ 5 മക്കൾക്ക് അവകാശപ്പെട്ടത് 5ആയിട്ട് ഉമ്മ ഭാഗിക്കണം. അവളും പറഞ്ഞിട്ടുണ്ടല്ലേ, ഉമ്മയുടെ പൊന്നു മോളാണേ, അവളും പറഞ്ഞേ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ചെയ്യണം, അല്ലേ? എൻ്റെ കുഞ്ഞിനെ ആരെ മുന്നിൽ കഴിഞ്ഞിട്ടാതെ ജീവിക്കണം. ഞാനൊരു ജോലി നേടും, പക്ഷെ എനിക്കൊരു എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത്. അമ്മയ്ക്ക് 5 മക്കളല്ലേ, 5ആയിട്ട് ബാക്കി. അമ്മ കുഴപ്പമില്ല, എന്താന്ന് വെച്ചാൽ ചെയ്യാം. മോനെ കുഴപ്പമില്ലടാ, എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്തു കൊടുക്കാം. ഉണ്ടോ കുക്ക വരെ പറഞ്ഞോണ്ടാ എന്താന്ന് വെച്ചാൽ ഉമ്മയുടെ മുതലാണ്. 5 മക്കളുണ്ട്, 5 പേർക്ക് തുല്യമായിട്ട് ഉമ്മ വീതിക്കണം. എടി, ബാക്കി ആരോ ചോദിക്കട്ടെ, നിന്റെ ഭാഗത്തൊന്നും ഞാൻ ഇത് വിചാരിച്ചില്ലോളാം. അതിന് ഞാൻ യോജിപ്പാ. അതവള് പറഞ്ഞാലും കാര്യമുണ്ട്. തുത്ത അനുകൂലിക്കണമെങ്കിൽ 2 കാര്യത്തിലും എന്നെ അനുകൂലിക്കണം. പിന്നെ നീ എവിടെ പോന്ന്? അവനെ കളഞ്ഞിട്ട് പിന്നെ നീ എവിടെ പോകാൻ പോന്ന് ഈ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട്? നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ? നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് അതേ ഉത്തരവാദിത്തമല്ലേ? ഉമ്മ അത് മിണ്ടായിരിക്കുന്നേ? എൻ്റെ അറിവിൽ അവനൊരു കുഴപ്പമില്ല. നല്ല തങ്കം പോലത്തെ ചെറുക്കൻ. ഞാൻ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ചെറിയ തള്ളക്ക് ചെറിയ 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 അതെല്ലായിടത്തും ഉള്ളതാ. ആ പേരും പറഞ്ഞ് അവനെ കളയാനൊരു കുഞ്ഞുമായി. നീ എവിടെ കൊണ്ടുപോവാ കൊച്ചിനെ വളർത്തണ്ടേ? നിന്റെ തന്നിഷ്ടമൊന്നും ഇവിടെ നടക്കത്തില്ല. എനിക്ക് പറയാനുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളാ തീരുമാനിക്കണ്ട. എൻ്റെ കുഞ്ഞു കരയുന്നു. തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പം ഞാൻ വരാം. ഞാൻ അതിനൊരിക്കലും സമ്മതിക്കത്തില്ല. നിനക്ക് സമ്മതിക്കാൻ പറ്റുമോ? നീ പറഞ്ഞോണ്ടാ ഞങ്ങൾ വന്നത്. ഇനി എന്താണെന്ന് തീരുമാനിത്. വാടാ, ഇറങ്ങടാ, അമ്മ പോവാം. നിങ്ങൾ നിക്ക്, വെള്ളം കുടിച്ചിട്ട് പോവാം. ഉമ്മ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി. ഞാനും വരുന്നടാ. പോട്ടെ. അവരായതുകൊണ്ട് മിണ്ടാതെ പോയി. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലേ. മക്കൾ ഉമ്മയെ കാണാൻ വന്നതല്ല അല്ലേ? ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നേക്ക അങ്ങനെ ആയിപ്പോയി. അല്ലാ, കീറി മുറിക്കാൻ അല്ലാ, എൻ്റെ ചെറുക്കൻ ഉണ്ടാക്കിയത് ഇതൊക്കെ. അമ്മ നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാവരുടെയും ആവശ്യമല്ലേ, എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം.
പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന്? അത് ഞാൻ മെസ്സേജ് അയച്ചില്ലായിരുന്നോ? നില്ല ഞാൻ പുറത്തിറങ്ങട്ടെ, സംസാരിക്കാം. റൂമിന് പുറത്തിറങ്ങട്ടെ, ഇവിടെ മതിനി കുഞ്ഞുണ്ട്. പുറത്തിറങ്ങട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ രാത്രി വിളിക്കരുതെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലേ മെസ്സേജ് അയച്ചാൽ മതിയെന്ന്? പിന്നെന്തിനാ വിളിക്കുന്നത്? ആ, അതൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ. ഫസ്റ്റിലത്തെ കാര്യം ഒന്നും സംഭവിച്ചില്ല, പക്ഷേ സെക്കൻഡ് അതെന്തായാലും നടക്കും. ബാക്കി എല്ലാവർക്കും ഉപകാരമുള്ളതല്ലേ. ആ രണ്ടാമത്തെ കാര്യം നടക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നോട് സമ്മതിക്കണം എല്ലാവരും. എങ്കിൽ മാത്രമേ രണ്ടാമത്തെ കാര്യം നടക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെല്ലാം ഒന്നിച്ചിരിക്കും. അതിന് ഉമ്മ മാത്രമേ എതിർത്തിട്ടുള്ളൂ. വലിയ തരാമെന്ന് പറഞ്ഞു. അതൊരു പാവല്ലേ, അത് പിന്നെ അങ്ങ് സമ്മതിക്കും. ഈ രാത്രി നീ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? ബാക്കിയെല്ലാം ഞാൻ ഓക്കെ ആക്കിയിട്ട് പറയാം. ഞാൻ മെസ്സേജ് ഇടും. അപ്പോൾ അല്ല ഡിലീറ്റ് ചെയ്യും. ഇപ്പം ആരും ഒന്നും അറിയണ്ട. അതീ സംശയമൊന്നുമില്ല. ഞാൻ ആദ്യം അതിനെ തന്നെയല്ലേ കയ്യിലെടുത്തത്. അതേ സംശയമൊന്നുമില്ല. രാത്രി 1 മണിയായി. ഒന്ന് പോയേ. ഞാൻ പറഞ്ഞില്ലേ രാത്രി സംസാരിക്കുന്നത് പുറത്തുനിന്നാണല്ലേ? ഞാൻ വെച്ചുതരാം. ഒരുപാട് സമയമായി. പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അതും അതിനെ നോക്കിക്കോളൂ. അതങ്ങനെ അതിനെ നോക്കിക്കോളൂ. ഞാൻ നോക്കുന്ന പോലുമില്ല. അവർക്ക് കൊച്ചുങ്ങളില്ലാത്തല്ലേ, അപ്പം അതങ്ങ് നോക്കാൻ ഞാനങ്ങ് ഏൽപ്പിച്ചു. വിളിക്കണ്ട, എനിക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അത് ആരെങ്കിലും കണ്ട എല്ലാവരും ഉറക്കമായി. കട റൂമൊക്കെ ഉറങ്ങി. ഉമ്മ നേരത്തെ ഉറങ്ങും. ഉമ്മ കുറേ ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നേരത്തെ ഞാൻ കിടക്കും. അതുകൊണ്ട് മതിനിയാ കുഞ്ഞിനെ നോക്കുന്നത്. കുഞ്ഞാണെന്നാൽ മതിനി ഉണരും. അപ്പോൾ എന്നെ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിലാ. ഞാൻ പോട്ടെ. അയ്യോ, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ട് കഥ തുറന്നു കിടക്കുന്നല്ലേ? ആഷ്ന, നീ എന്താ ഇവിടെ നിൽക്കുന്ന? നീ ആരോട് സംസാരിക്കുന്ന? ഇക്ക വിളിച്ചത്. അല്ലേ, കുഞ്ഞു ഉണരണ്ടെന്നും പറഞ്ഞ് പുറത്തോട്ട് വന്നേക്ക. എങ്കിൽ ഇങ്ങടെ ഞാൻ സംസാരിക്കാം. അയ്യോ, കട്ട് ചെയ്ത്. ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡ്യൂട്ടി ടൈമിൽ വിളിച്ചതാ. നീ ചിരിച്ചു കളിച്ചാണല്ലേ അളിയൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം നീ അളിയനുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലേ? സന്തോഷോ? എന്നെ വഴക്ക് പറയായിരുന്നു. എന്നെ പറയാൻ ഇനി ഒന്നുമില്ല. വഴക്ക് പറയായിരുന്നു വലിയ. ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ചിരിച്ച് കളിച്ചങ്ങാളെ. പുറത്തേക്കുണ്ടെങ്കിൽ കയറ്. നീ രാത്രി കഥ പറഞ്ഞ് പുറത്തിറങ്ങണ്ടായിരുന്നല്ലേ? നീ അകത്ത് നിന്ന് സംസാരിച്ചുവിടായിരുന്ന? അല്ല, മതിനി ഉറങ്ങുന്ന, അതുകൊണ്ട് കുഞ്ഞു ഉറങ്ങുന്നപ്പോൾ പിന്നെ ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ച്. അവനൊന്ന് വിളിച്ചാ ഞാനൊന്ന് സംസാരിക്കട്ടെ. അയ്യോ, ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ പിന്നെ പെട്ടെന്നങ്ങ് വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ഡ്രൈവ് ചെയ്യുമായിരിക്കും. പിന്നെ വിളിച്ചാൽ എടുക്കത്തില്ല. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? എൻ്റെ അറിവിൽ അവനൊരു കുഴപ്പക്കാരനല്ലേ? അത് പുറത്തെല്ലാവരോടും അങ്ങനെയൊക്കെയാണ്. ആരെ മുമ്പിൽ വെച്ചൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ എന്നോട് പെരുമാറുന്നു ഞാനല്ലേ അനുഭവിക്കുന്നു. എനിക്ക് അയാളെ പേടിയാ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക്. അപ്പം നിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയല്ല, നല്ല ഇതായിട്ടല്ലേ എനിക്ക് തോന്നിയത്. അത്
ഇത് എനിക്ക് വേറൊന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ മാത്രമേ അയാളോട് സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നാളെ തന്നെ കയറി വരും. അതുകൊണ്ട് ഞാൻ ഇനി വരുന്ന എനിക്ക് പേടിയാക്കാം. എന്നോട് ഇനി കൂടുതലൊന്നും ചോദിക്കല്ലേ. ആരോട് ഇവിടെ ഇത്രയും സംസാരിക്കുന്നത്? സഫീർ ഇപ്പോൾ വിളിക്കത്തില്ല. സഫീറിന്റെ നമ്പർ ഞാനാണല്ലോ ബ്ലോക്ക് ചെയ്തത്. അവനോട് ഇന്നലെ കാര്യവും പറഞ്ഞു. ഇനി ഇതാരാ വിളിക്കുന്നത്? എന്നിട്ട് ഇത്ര ചിരിക്കുന്ന എന്തിനാ? വേറെ ആരെങ്കിലും കൂടെ ആണെങ്കിൽ വീട്ടിൽ ഇരുന്ന് സംസാരിച്ച പോരെ? കുഞ്ഞു അവിടെ ഒറ്റയ്ക്ക് കിടക്കുക. കുഞ്ഞല്ലേ കരയുന്ന? കേട്ട ലക്ഷണം പോലും ഇല്ല. വിളിക്കുവോ? ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇടാം, അപ്പോൾ വിളിച്ചാൽ മതി. വെക്കുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത്. ശരി, വെക്കട്ടെ. ഉമ്മ വിളിക്കും.